അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും സാങ്കേതികമായ തീവ്രമായ പോരാട്ടങ്ങളിലൊന്നായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സംഘർഷം ആരംഭിച്ചത് മുതൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങൾ, എണ്ണ പശ്ചാത്തല സൗകര്യങ്ങൾ, ഗൾഫിലെ പ്രധാന കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാൻ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളും വിക്ഷേപിച്ചെന്നാണ് വാർത്തകൾ. ഇതിന് മറുപടിയായി അമേരിക്കയും സഖ്യകക്ഷികളും സ്റ്റെൽത്ത് ബോംബറുകൾ, ക്രൂയിസ് മിസൈലുകൾ, അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ട്. ഷാഹദ് 136, ഷാഹദ് 131 തുടങ്ങിയ ഡ്രോണുകൾ മുതൽ ദീർഘദൂര മിസൈലായ ഷഹാബ് 3, മാരക പ്രഹരശേഷിയുള്ള ഫത്ത മിസൈൽ വരെ ഉപയോഗിച്ചുള്ള ഇറാന്റെ തന്ത്രം കുറഞ്ഞ ചെലവിലുള്ള ആയുധങ്ങൾ വൻതോതിൽ പ്രയോഗിച്ച് ശത്രുവിന്റെ പ്രതിരോധത്തെ തളർത്തുക എന്നതാണ്. മറുഭാഗത്ത് GBU-57 പോലുള്ള അതിശക്തമായ ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള B-2 സ്പിരിറ്റ് ബോംബറുകളെയും ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളെയും അമേരിക്ക ആശ്രയിക്കുന്നു. ഇവയ്ക്കെതിരെ പ്രതിരോധിക്കാൻ പേട്രിയറ്റ്, താഡ് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം പോലുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ വേണ്ട വിധം അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ചെറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഇറാന്റെ ആയുധപ്പുര കാലിയാകാൻ അവർ കാത്തിരിക്കുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ അങ്ങനെ എളുപ്പം തീരുന്നതല്ല ഇറാന്റെ ആവനാഴി. ആക്രമണത്തിന്റെ തീവ്രത പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന മിസൈൽ ആക്രമണം നടത്തിയതായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകുമെന്നാണ് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ സേനയായ IRGC-യുടെ പബ്ലിക് റിലേഷൻസ് പ്രഖ്യാപിച്ച 10-ാം തരംഗത്തിൽ ഗൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രയേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആ ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തളർത്താനല്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. ഞങ്ങൾ മുട്ടുമടക്കില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ലോക പോലീസുകാരൻ ചമഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇറാന്റെ അതിവേഗ പ്രത്യാക്രമണം. സ്വന്തം മണ്ണിൽ വിദേശാധിപത്യം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടുമായി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ചോരക്കളമാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കുള്ള അന്ത്യകൂദാശയാണ്. സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് യുദ്ധം പ്ലാൻ ചെയ്യുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഓരോ മിസൈലും ഒരു കഠിനമായ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ അസാമാന്യ ധീരത ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ഓരോ ജനതയ്ക്കും നൽകുന്ന ആവേശം ചെറുതല്ല. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനി അധിനിവേശത്തിന്റെ കരുനിഴൽ വീഴില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം. ഇസ്രയേലിനെയും ഗൾഫ് മേഖലയിലുടനീളം അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട തിരിച്ചടി വെറും പ്രതികാരമല്ല. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ എന്നിവ നേരിട്ടിട്ടും സ്വന്തം പ്രതിരോധ ശേഷി സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമായി ഇറാൻ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, എംബസികളും വ്യാപകമായാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക അവകാശപ്പെട്ട ആധുനിക യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഷോക്കാണ്. നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കിയത്.
ഇത് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ ഉണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും തലങ്കും വിലങ്ങും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇറാൻ സേന ഇസ്രയേലിന് എതിരായ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തിന്റെ ഇരട്ടിയിലധികം പ്രഹരം ഇറാനും നൽകുമ്പോൾ ഇറാൻ സൈന്യത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ കൂടിയാണ് തെറ്റുന്നത്. ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ ശൃംഖലയില്ലാത്ത സാഹചര്യത്തിൽ പോലും തങ്ങളുടെ പരിമിതികളെ തന്നെ തന്ത്രപരമായി ശക്തിയായി മാറ്റിയതാണ് ഇറാന്റെ സൈനിക ചിന്താഗതിയുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവ ചേർന്ന ഒരു ബഹുസ്തര പ്രതിരോധ ശൃംഖലയാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചത്. 2000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങളെ എത്തിച്ചേരാൻ കഴിയുന്ന ശേഷി. സാങ്കേതിക മേൽക്കോയ്മയുള്ള രാജ്യങ്ങൾക്ക് പോലും സുരക്ഷാ കണക്കുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ യുദ്ധതന്ത്രത്തിലെ ആദ്യഘട്ട ആയുധങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഫത്ത, സോൾഫാഗർ, ക്വിയാം 1 പോലുള്ള സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ മുന്നറിയിപ്പ് സമയത്തിനുള്ളിൽ തുടർച്ചയായി വിക്ഷേപിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇത് വെറും ആക്രമണശേഷിയല്ല, കൃത്യമായ ആസൂത്രണവും സ്വയം വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലുമുള്ള ആത്മവിശ്വാസവും ചേർന്ന പ്രതിരോധ മാതൃകയാണ്. സാങ്കേതികമായി ശക്തരായ രാജ്യങ്ങളെ പോലും ചെലവേറിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന അസമമായ യുദ്ധരീതിയുടെ ഉദാഹരണമാണ് ഇത്. ഇടത്തരം ദൂരപരിധിയിലുള്ള ഷഹാബ് 3, ഇമാദ്, ഗോറാം ഷഹർ, സെച്ചൽ തുടങ്ങിയ മിസൈലുകൾ ഇറാന്റെ തന്ത്രപരമായ സ്വാധീനം വ്യാപിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഖര ഇന്ധന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സെച്ചൽ മിസൈൽ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ആക്രമണവും പ്രതിരോധവും ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നൽകുന്നു. വലിയ സൈനിക ശക്തികളെ പോലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാക്കുന്ന ആയുധങ്ങളായാണ് ഇവയെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഈ യുദ്ധത്തിന്റെ ഗണിതം തന്നെ മാറ്റിയതായി പറയപ്പെടുന്നു. കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കാവുന്ന ഷാഹദ് ശ്രേണി ഡ്രോണുകൾ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കുന്ന രീതിയിലേക്ക് വഴിയൊരുക്കുന്നു. വില കുറഞ്ഞെങ്കിലും തന്ത്രപരമായി വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഈ സംവിധാനങ്ങൾ സാമ്പത്തികമായി വലിയ രാജ്യങ്ങളോട് പോലും സമനിലയിൽ നിലകൊള്ളാൻ കഴിയുന്ന പുതിയ യുദ്ധമാതൃകയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പ്രതിരോധത്തിന്റെ മറ്റൊരു പ്രധാന അടിസ്ഥാനം ഭൂഗർഭ മിസൈൽ നഗരങ്ങളാണ്. പാറക്കെട്ടുകൾക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ച സംഭരണ കേന്ദ്രങ്ങളും രഹസ്യ വിക്ഷേപണ താവളങ്ങളും ആദ്യ ആക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. ഒരാക്രമണം കൊണ്ട് തന്നെ സൈനിക ശേഷി തകർന്നു പോകില്ലെന്ന ഉറപ്പ് നൽകുന്ന ഈ സംവിധാനം ദീർഘകാല പ്രതിരോധത്തിനുള്ള ഇറാന്റെ തയ്യാറെടുപ്പിനെയും ദൂരദർശിത്വത്തെയും വ്യക്തമാക്കുന്നു. കടൽ മേഖലയിലും ഇറാൻ തന്ത്രപരമായ ശക്തി പ്രകടിപ്പിക്കുന്നു. ലോകത്തിന്റെ ഊർജ്ജ വ്യാപാരത്തിന്റെ ജീവരേഖയായ ഹോർമസ് കടലെടുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇറാനെ ആഗോള സാമ്പത്തിക ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് ഉയർത്തുന്നു. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, നാവിക മൈനുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ എന്നിവ ചേർന്ന അസമമായ നാവിക തന്ത്രം വലിയ നാവിക സേനകൾക്ക് പോലും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി വെറും ആയുധങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, തന്ത്രപരമായ സ്ഥാനബലത്തിലും ആസൂത്രണത്തിലുമാണെന്നതിന്റെ തെളിവ് കൂടിയായി ഇറാന്റെ പ്രത്യാക്രമണം മാറിയിട്ടുണ്ട്.